യെസ് ഗായ്സ്, അങ്ങനെ ഇന്നലെ എയർ ഇന്ത്യ നല്ലൊരു പണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പണിയാണ്. സോ ഗായ്സ്, ഇപ്പം ഞങ്ങളുള്ളത് ഐബിസ് സ്റ്റൈൽസ് സുഖുംവിത്ത് 50 എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഷെറാട്ടോൺ ചെക്കൗട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ നാളെ രാവിലെ ഏർലി മോർണിംഗ് പോകേണ്ടതാണ് എയർപോർട്ടിൽ. അപ്പോൾ 6 പ്രൈസിൻ്റെ ഹോട്ടൽ എടുത്താൽ ശരിയാവില്ല. സോ എന്ത് ചെയ്ത് ഒരു 4,000 രൂപ 4,200 രൂപ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ. സുഖുംവിത്ത് 50 നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇവിടെ എന്താ റെസ്റ്റോറൻറ്റാണ്, എല്ലാ ലോബി ഏരിയ, ചെക്ക് ഇൻ ഏരിയ, ഇവിടെ കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. പിന്നെ അതേപോലെ തന്നെ ഡിപ്പാർച്ചേഴ്സ് ഇവിടെ ഇരിച്ചത് എന്താകുമ്പോൾ റെഡി ഫോർ ടേക്ക് ഓഫ് പോയേക്കാം. ഇവിടെ പിന്നെ സ്പാൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഹോട്ടലിൻ്റെ ഫ്രീ ടുക്ക് സർവീസ് ഉണ്ട് കേട്ടോ. ഹോട്ടലിൽ നിന്ന് BTSക്കും BTS നിന്ന് ഹോട്ടലിലേക്കും. ചെക്ക് ഇൻ കഴിഞ്ഞു. ഇവിടെ നമുക്ക് എന്താ പറയുക, പുറത്തുനിന്നുള്ള ഫുഡൊന്നും അല്ല ഇവിടെ എല്ലാം തോന്നുന്നു. ഇവിടെ എഴുതി ചെയ്യണം, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ, വേറെ പ്രശ്നമില്ല. ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അത് ഇതെന്താണെന്നുള്ളത് നോക്കേണ്ട, ഒരു ആപ്പിൾ ജ്യൂസ് ആയിട്ടാവും. പിന്നെ ഇവിടെ കുറച്ച് നമുക്ക് സോഫാസ് കാര്യങ്ങൾ, ലോബിയിൽ ഇരിക്കാൻ വേണ്ടി സോഫ, പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ, നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക പ്രയോറിറ്റി ബെൽക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ അക്കോറിൻ്റെ ടോപ്പ് ലെവൽ ടയറിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ മിക്കവാറും. ഇവിടെ ഉണ്ടോ സോഫാസ് കാര്യങ്ങൾ, പിന്നെ ഒരു കമ്പ്യൂട്ടർ, നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും യൂസ് ആക്കണമെങ്കിൽ യൂസ് ആക്കാം. പിന്നെന്താ പോയേക്കാം, നമുക്ക് എന്താ റൂമ് പോയേക്കാം. ഇവിടെ നമുക്ക് ഒരു കറൻസി എക്സ്ചേഞ്ച് കാണാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റേറ്റൊക്കെ കൂടെ കാണാം. US ഡോളറിൻ്റെ റേറ്റ്, ജപ്പാന് US ഡോളർ 100 കൊടുത്താൽ അപ്പോൾ 28 രൂപ ഉള്ളൂ കേട്ടോ. നഷ്ടമാണിത്. പുറത്ത് 30ൻ്റെ മുകളിലുണ്ട്, 31 ഉണ്ടാവും പുറത്ത്. രൂപയല്ല തായ് ഭാഗത്ത്, നഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്യേണ്ട. ഓക്കെ, നമുക്ക് റൂമിൽ പോവാം. ലെഫ്റ്റ് കയറിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് കാണാം, ലിഫ്റ്റ് കണക്കാം. ഏതാണാവോ നോക്കാം. നമുക്ക് 2nd ഫ്ലോറിലാണ് റൂം കിട്ടിയത്. ഇതൊക്കെ തോന്നുന്നു അത്യാവശ്യം ഫ്ലോർ ഉണ്ട്, 10 ഫ്ലോറിൻ്റെ മുകളിൽ ഉണ്ട് തോന്നുന്നുണ്ട്. എയർപോർട്ട് സ്റ്റൈലിലാണ് കേട്ടോ അവിടുത്തെ എന്താ ഇൻറ്റീരിയർ. ഗേറ്റ് അറൈവൽസ്, ഡിപ്പാർച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡാണ്. നമുക്ക് ചെക്ക് ഇൻ, കഫേ, ടോയ്ലറ്റ്സ്, ഫ്ലൈറ്റ് കണക്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. എന്തായാലും നമുക്ക് ലിഫ്റ്റൊക്കെ കയറി നോക്കാം, അതറിഞ്ഞ്. ഓക്കെ, റെഡി. നമ്മളെ ഫ്ലോർ വരുന്നത് 2nd പോയേക്കാം. ഞാൻ 2nd ഫ്ലോറിലെത്തി. നമ്മളോട് കണ്ട ഇവിടെ നടക്കണ ചിഹ്നമൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഫുള്ളി ഇരട്ടാ, മൊത്തത്തിലാകെ ഡെക്കറേഷനാണ് ഹോട്ടല്. അങ്ങനെ പാസ്റ്റീസീറിയ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാണാം ഇവിടെ. 212 ലിഫ്റ്റ് കയറി നേരെ വന്നിട്ടുള്ള റൂമിനാണ്. ഓക്കെ, യൂസാക്കി. സ്റ്റെപ്പാണ് കേട്ടോ, ഇവിടെ തടഞ്ഞു വെക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇതാണ് റൂമിൽ വരുന്നത്. ഒരു TV ഉണ്ട്, പിന്നെന്താ ഇവിടെ ഒരു സോഫ ഉണ്ട്, ഒരു ഫോണ്, പിന്നെ ഒരു പില്ലോ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലിനനാണ്, AC വർക്ക് ചെയ്ത്. പിന്നെ എന്താണ് ഇൻറ്റീരിയർ, സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. TV ഹൈസെൻസിൻ്റെ TV ആണ്. പിന്നെ ടിഷ്യൂ ബോക്സ്, വേസ്റ്റ് ബോക്സ്, റീഡിങ് ലാമ്പ്, 2 കുപ്പി വെള്ളം വെച്ചിക്കണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കോഫി കാര്യങ്ങൾ, 2 ഗ്ലാസ്, സേഫ് ലോക്കർ, പെട്ടി വെക്കാനുള്ളൊരു സംഭവം, ഒരു തലയാണോട് വെച്ചിക്കണം, എന്തിനറിയില്ല. പിന്നെ ഹാങ്ങർ, ഇതെന്താ ടോർച്ച് ഉണ്ട് കേട്ടോ, ഇവിടെ ടോർച്ച് ഉണ്ട്. ഇവിടുന്ന് വ്യൂ, അതാ നമ്മളെ ഫ്രണ്ട് വ്യൂ. ടോയ്ലറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിററുണ്ട്, ഹെയർ ഡ്രയർ, ഹാൻഡ് വാഷ് ബേസിന്, ക്ലോസറ്റ് കാര്യങ്ങൾ ഇവിടെയാണ്. നമ്മളെ സ്ലൈഡിങ് ആട്ടോ നമ്മളെ ഷവർ ഏരിയ. പിന്നെ അവിടെ ഷാമ്പൂ കണ്ടീഷണർ ഒരുമിച്ചാണ്. പിന്നെ ഹെയർ ബോഡി ഫേസ് വാഷ് പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് കാണാം നമുക്ക്. പിന്നെ ഡ്രോയർ ഒന്നുമില്ല. ഓക്കെ, റെഡിയാണ്. ഒരു ദിവസത്തിന് നമ്മൾ ഷോർട്ട് ടേം സ്റ്റേക്കൊക്കെ നല്ലൊരു ഹോട്ടലാണ്, കുഴപ്പമില്ല. റൂം ചെക്ക് ഇൻ ചെയ്ത് എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങി. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, നാളെ പോവല്ലേ. അപ്പം ജസ്റ്റ് ഷോപ്പിങ്ങും പിന്നെ ലാസ്റ്റ് ഡേ ഒരു കറങ്ങൽ, അതോടൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ബൈക്ക് ടാക്സി എടുത്തിട്ട് എന്ത് ചെയ്ത് ഫ്രാക്ക്, എവിടെ എന്താണ് ഇതിൻ്റെ പേര്, ഇതിൻ്റെ ഏതാ സ്റ്റേഷൻ എന്നുള്ളത് അറിയില്ല. ഇവിടെ അടുത്തുള്ള BTS സ്റ്റേഷനിൽ കൊടുന്നാക്കി തരാൻ പറഞ്ഞാൽ അന്നേരം നോക്കി ഞാൻ പറഞ്ഞത് ഏതാ സ്റ്റേഷൻ എന്നുള്ളത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ഫുഡ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കാണട്ടെ. ഇറങ്ങി ഉടനെ തന്നെ ഫുഡ് മാർക്കറ്റ് അവിടെ നേരെ നിവർന്നൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വേറെ സ്ഥലത്ത് പോവാം, വരുമ്പോൾ പോവുകയാണെങ്കിൽ ഇവിടെ കയറാം. BTS ഓൺനെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടാ, ONNET എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഇവിടെ അടുത്തുള്ളത്. ഇവിടുന്ന് നേരെ സിയാമിൽ ഇറങ്ങും, സിയാമിൽ നിന്ന് നേരെ നാഷണൽ സ്റ്റേഡിയം. അത് കാരണം ഞങ്ങൾ MBK സെൻറ്ററിലേക്കാണ് പോണത്. അങ്ങനെ MBK സെൻറ്ററിൽ പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് തിരിച്ചെത്തി. ഇവിടെ നമുക്കൊരു നൈറ്റ് മാർക്കറ്റ് കാണാം, തായ് നൈറ്റ് മാർക്കറ്റ് നോക്കാം. അല്ലേ ഫോണും നമ്മളെ നാട്ടിലത്തെ പുളിയാണല്ലോ ഇത്. അതെന്താണ് പുളിയോണ്ട് പരിപാടി? ഇവിടെ നമുക്ക് കാണാം വാലന്റൈൻസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവ പുളിച്ചാടി പുഴു, ഡിഫറെൻറ്റ് വെറൈറ്റി പുളിച്ചാടി പുഴുവൊക്കെയാണ് മക്കളെ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ജ്യൂസ് കട. ഇവിടെ എന്താ കാടമുട്ടൻ്റെ കട ഉണ്ട്, സോസേജ് കാടമുട്ട. പിന്നെ ഇവിടെ ഇളനീര്, ജ്യൂസ്, ഫ്രൂട്ട്സ്. ഇവിടെ സീ ഫുഡ് ഉണ്ട് കുറച്ച്. മുഖം അടിച്ചു കയറും. ഇവിടെയുണ്ട് സീ ഫുഡ്. ഇവിടെ പിന്നെ പോർക്കാണ് തോന്നുന്നുണ്ട്. ഇതെന്താ ദൂരിയാനാ? ദൂരിയാൻ തന്നെ. പിന്നെ ഇവിടെയും ഫ്രൂട്ട്സ്, മെയിനായിട്ട് ഫ്രൂട്ട്സും സീ ഫുഡും ഒക്കെയാണ്. പിന്നെ നമ്മളെ തായ്ലൻഡിലെ ന്യൂട്ടെല്ല ഐറ്റംസ്. ഇവിടെ നമുക്ക് നല്ല രസത്തിൽ ഇത് ചെയ്തകളെ കാണാം. ഇവിടെ സൂഷി, വടാപ്പാവിൻ്റെ വേറൊരു ഐറ്റം ഇവിടെ. പിന്നെന്താ ഡോണറ്റ്സ്, പിന്നെ ഗ്രിൽഡ് ഐറ്റംസ് ആണ്. പോർക്ക് ഇവിടെ മെയിനാട്ടാ. ഫിഷ് ഉണ്ട്, പോർക്ക് ഉണ്ട്. ഇതല്ലേ സീ ഫുഡ്, സ്റ്റീക്ക്, സോസേജിൻ്റെ പലവിധ വെറൈറ്റി. മുട്ടൻ്റെ ഒക്കെ പല വെറൈറ്റി ആട്ടാ. എന്തൊക്കെയാണ് അതൊക്കെ അറിയാം. മാംഗോ സ്റ്റിക്ക് റൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. പോർക്ക് പല വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ. ഇവിടെ നമുക്ക് മാർക്കറ്റിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രൈഡ് പോർക്ക്, ഇവിടെ ഡ്രസ് ഷോപ്പ് ഉണ്ട്. ചൈനീസ് മാർക്കറ്റൊക്കെ കയറിയാണ് നമ്മൾ. ഇവിടെ സെയിം പല വെറൈറ്റി സോസേജ് കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, ബുൾദക്കിൻ്റെ വെറൈറ്റി. അല്ലേ ഹലാൽ ചിക്കനാവും മെയിന്, ഹലാൽ ബോർഡ് ഉണ്ടെങ്കിൽ. പിന്നെ എന്തൊക്കെ പേരറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ ലാസ്റ്റ് ഡേ ഇൻ ബാങ്കോക്ക്. ഇന്നലെ രാത്രി കുറച്ച് പർച്ചേസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ടൈഗർ ബാമും ഇൻഹേലറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വാങ്ങി. പിന്നെ ഇന്നലെ വന്ന് കിടന്ന് ഇന്നിപ്പോൾ മോർണിംഗ്. അപ്പോൾ 2:30 പോകേണ്ട എയർ ഇന്ത്യ 3:30 അയക്കണം. ഇപ്പോൾ ഡിലേ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നു വാട്സപ്പിൽ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മുംബൈയിൽ നിന്ന് 8 മണിക്ക് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. അത് കണക്ഷൻ പോകുന്നതാണ് അവർ പറഞ്ഞ് മെസ്സേജ് അയച്ചത്. അപ്പോൾ അതിന് വേറെ ബുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ നടക്കില്ല, കാരണം ഇന്ന് ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തേക്കണം കൊച്ചിയിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരെ ഫ്ലൈറ്റൊക്കെ ഉള്ളത് നാളെ രാവിലെ എത്തുന്ന രീതിയിലാണ്.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഹോട്ടൽ ബുക്കിംഗ് വേസ്റ്റ് ആവുമല്ലോ ഒന്ന് ബുക്ക് ചെയ്തത്. സോ ഞാൻ മെസ്സേജ് അയച്ചു ഹോട്ടലിലേക്ക്, ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്തായാലും നോക്കാം. എന്തായാലും എയർപോർട്ടിൽ പോയോക്കട്ടെ എന്താ സംഭവിക്കണമെന്നുള്ളത്. കണക്ഷൻ മിസ്സായാൽ ആകെപ്പെടും. ഓക്കെ, പിന്നെ ലോഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ശരി എന്നാൽ ഗായ്സ്. അങ്ങനെ ലിഫ്റ്റിൽ താഴെത്തി ഹോട്ടൽ ഫുള്ള് ഉണ്ടോ ഫ്ലൈറ്റ് എയർപോർട്ട് സ്റ്റൈൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ ഫുള്ള് എയർപോർട്ടിൻ്റെ ഒക്കെ ഒരു മഞ്ഞ വയറിങ് കാര്യങ്ങളും ഫുള്ള് എയർപോർട്ടുണ്ട്. അങ്ങനെ ചെക്കൗട്ട് കഴിഞ്ഞ് ഇൻവോയ്സ് സ്പോട്ടിൽ കിട്ടി. ഇനി ഇവിടെ നിന്ന് ഗ്രാബ് വരുന്നുണ്ട്. ഗ്രാബ് ഇവിടെ നിന്ന് എടുത്തപ്പോൾ അവർ പറഞ്ഞത് ടോൾ ചാർജ് മേ ബി ആഡഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച്. എത്ര ഉണ്ടാവും എന്നുള്ള അറിയില്ല, എന്തായാലും നോക്കി നോക്കാം. ഇവിടെ ഉണ്ടോ ഡിപ്പാർച്ചേഴ്സ് പറഞ്ഞിട്ട് വെറുതെ ഒരു ബോർഡ്. ന്യൂയോർക്ക്, റോം, പാരീസ്, ബീജിംഗ്, മീമി, മിലാൻ, സിഡ്നി, വാഷിങ്ടൺ, സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ത്യ ഇതിൽ കാണുന്നില്ല. അങ്ങനെ ഗായ്സ് ഇപ്പോൾ BKK എയർപോർട്ടൊക്കെ പോയി ഇങ്ങോട്ടൊക്കെ ഗ്രാബിൽ ഏകദേശം 374 കാണിക്കണത്. അപ്പോൾ അതിലെനിക്ക് മെസ്സേജ് വന്നിരുന്നു ഏതോ ടോള് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൂടും. അതുകൊണ്ട് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇയാളിപ്പോൾ ഏതൊക്കെ ഒരു വഴിയോടെ പോണ് കൊടുക്കാതെ. സോ എങ്ങനെ ഉണ്ടെന്നുള്ള നമുക്ക് നോക്കാം. ഇയാൾ ഞാൻ ടോള് കൊടുക്കാതെ അവിടുത്തെ ടോളിൻ്റെ പൈസ എടുക്കില്ല എന്നൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ എയർ ഇന്ത്യയിൽ ഞാൻ കോൺടാക്ടേഴ്സിലൊരു മെസ്സേജ് കിട്ടിയിരുന്നു ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇന്ന് കൊച്ചിയിൽ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇന്ന് അവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ 1 മണിക്കൂറിന് ശേഷം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ആകെ 45 മിനിറ്റ്സിൻ്റെ ഡിലേ ഉള്ളൂ. അപ്പോൾ കണക്ഷൻ മിസ്സാവാൻ ചാൻസ് ഇല്ല. അഥവാ മിസ്സാവുകയാണെങ്കിൽ എയർപോർട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അവരെ കസ്റ്റമർ കെയർ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും പോയോട്ടെ എയർപോർട്ടിൽ. യെസ് ഗായ്സ്, അങ്ങനെ സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഡിപ്പാർച്ചർ ഗേറ്റില്ല. അവിടെ ഒരു ഹയാത്ത് റിജൻസി ഹോട്ടൽ കാണാം എയർപോർട്ടിൻ്റെ അടുത്ത്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ചെക്ക് ഇൻ ടൈം ആയിക്കണം, പോയോക്കട്ടെ. ലേറ്റ് ആയി നോക്കുമ്പോൾ ചെക്ക് ഇൻ ടൈം ആയിട്ടില്ല, അല്ലാത്ത ടൈം ആയിക്കണം, പോയോക്കാം ഗായ്സ്. അങ്ങനെ എൻട്രൻസിലേക്ക് കയറിക്കൊണ്ടൊക്കെ ബാങ്കോക്കിനോട് ഞങ്ങൾ വിട പറയുകയാണ്, തായ്ലാൻഡിനോടും. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി ഭയങ്കര തിരക്ക്, ഫുൾ ക്രൗഡാണ് ഇതിനുള്ളിൽ. ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിനെ കൊണ്ട് നിറഞ്ഞേക്കണ്. അവിടുത്തെ തിരക്ക് നമുക്ക് കാണാം ചെക്കിങ്ങിൻ്റെ. എനിക്ക് ടാറ്റ നിയോ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപകാരം ഇന്ന് ശരിക്കുണ്ടായി. ഉപകാരം ഓൾറെഡി ഉണ്ട്, നമ്മൾ ലോഞ്ചും കാര്യങ്ങളൊക്കെ യൂസ് ആക്കി. പക്ഷേ ആ തിരക്കൊന്ന് ഒഴിവായിട്ട് നമുക്ക് സിൽവർ എലൈറ്റ് മെമ്പർ ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ചെക്കിനുണ്ട്, വേറൊരു കൗണ്ടർ തന്നെ ഉണ്ട്. അവിടെ ഒരു തിരക്കില്ല. ഡയറക്റ്റ് നമ്മൾ പോവുക, ക്യൂ ഒന്നും നിൽക്കാതെ ഡയറക്റ്റ് പോവുക, ചെക്ക് ഇൻ ചെയ്ത്. ഇപ്പോൾ എന്താ സുഖം എന്ന് പറയാം. ഞാൻ ബിസിനസ് ക്ലാസ്സൊക്കെ നേരെ പോയത്. അപ്പോൾ അവർ പറഞ്ഞ് എന്താ പറയുക, അവിടെ വരിയിൽ പോയി നിൽക്കാൻ പറഞ്ഞു എന്നോട്. അവർ നമ്മളെ ഇത് കണ്ടപ്പോൾ ടിക്കറ്റ് കണ്ടപ്പോൾ എക്കോണമി ടിക്കറ്റ് അല്ലേ. അപ്പോൾ ഞാനെന്ത് ചെയ്ത് സിൽവർ മറ്റേ എലൈറ്റ് മെമ്പറിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവരെന്ത് ചെയ്ത് ഭയങ്കര ബഹുമാനവും നീച്ച് നിൽക്കലും അങ്ങനെ നമ്മളെ എന്താ പറയുക ഭയങ്കര ഒരു പ്രയോറിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ സിൽവർ എലൈറ്റ് ആണെന്ന് മനസ്സിലായപ്പോൾ. അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു അവിടെ ക്യൂവിൽ പോയി നിൽക്കണം, നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾ എന്താ പറയുക സെക്യൂരിറ്റി ചെക്കും അതുപോലെ തന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ. പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ് എല്ലാ ബ്രാൻഡിൻ്റെ, എല്ലാ ഡ്യൂട്ടി ഫ്രീ ഉള്ള പോലെ തന്നെ എല്ലാ ബ്രാൻഡും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല എയർപോർട്ടൊക്കെ തന്നെയാണ്. നമുക്ക് ചൈന എയർലൈൻസിൻ്റെ ഒരു വിമാനം കാണാം, അത് ഗരുഡ ഇന്തോനേഷ്യ ഇവിടെ കിടക്കുന്നുണ്ട്. സോ ഗൈസ്, ഞങ്ങൾ മിറാക്കിൾ ലോഞ്ച് എന്ന് പറഞ്ഞ ലോഞ്ചിൽ വന്നു. ഇവിടെ ഡ്രിങ്ക്സ്, ആൽക്കോളിക് ഡ്രിങ്ക്സ് ഉണ്ട്, ജ്യൂസ്, അതേപോലെ തന്നെ അതിൽ കോഫി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈഡ് ആൻഡ് അത് നൂഡിൽസ്. നമുക്ക് സ്റ്റിർ ഫ്രൈഡ് ഹോളി ചിക്കൻ വിത്ത് ഹോളി ബേസിൽ, പിന്നെ പാനിയാങ് കറി ചിക്കൻ, പിന്നെ നോർമലി വൈറ്റ് റൈസ്, പിന്നെ അവിടെ ഒരു മഷ്റൂം ക്രീം സൂപ്പും ഉണ്ട്. സാലഡ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ പാസ്ത ഉണ്ട്, കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഗൈസ്, ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് സ്റ്റിർ ഫ്രൈഡ് ചിക്കനും ചിക്കൻ നൂഡിൽസും പിന്നെ കോക്ക്, സ്പ്രൈറ്റ്, അവിടെ ഒരു സാൻഡ്വിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഓറഞ്ച് ജ്യൂസും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ സ്വിച്ച് ബോക്സിൻ്റെ വീഡിയോ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയുണ്ട് നോക്കാം. യെസ് ഗൈസ്, ഇതാണ് നമ്മളെ ലോഞ്ച്, മിറാക്കിൾ ലോഞ്ച് BKK. നേരെ ഓപ്പോസിറ്റ് ഡ്യൂട്ടി ഫ്രീ നമുക്ക് കാണാം. യെസ് ഗൈസ്, നമുക്ക് പോകേണ്ട എയർ ഇന്ത്യൻ്റെ A320 ഗൈസ്. അങ്ങനെ ബോർഡിങ് കഴിഞ്ഞു, വിമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിൽവർ എലൈറ്റ് മെമ്പർ ആയതുകൊണ്ട് പ്രീമിയം അക്കൗണ്ട് കിട്ടിയ ആൾക്കാരുടെ കൂടെ നമുക്ക് ഫ്രീ ആയി കയറാം.
പ്രയോറിറ്റിയാണ്. ഇത് നമ്മൾ വന്ന സെയിം ഫ്ലൈറ്റ്, എന്നിട്ട് സെയിം സീറ്റ്, സെയിം ലെഗ് സ്പേസ്, അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പിന്നെന്താ എയർ ഇന്ത്യൻ്റെ മാഗസിന് കാര്യങ്ങൾ, പിന്നെ നമുക്ക് പിന്നെ എന്താ പറയുക, സ്ട്രീമിങ് ചെയ്യണമെങ്കിൽ സ്ട്രീമിങ് ചെയ്യാം. നമസ്തേ മാഗസിൻ്റെ വേറെ കളറാണ്, വരുമ്പോൾ റെഡ് ഇരുന്നത് വേറെ. പിന്നെന്താ USB ചാർജ്, സി ടൈപ്പർ ചാർജ് ഉണ്ട്. പിന്നെ പോക്കറ്റ് കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സീറ്റാണ്. അങ്ങനെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തിട്ടാണ് 5 മിനിറ്റ് 3:35 പുഷ് ബാക്ക് ചെയ്തത്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകണം. പണി വിമാനം പുഷ് ബാക്ക് ചെയ്ത് റൺവേയിലേക്ക് അടുത്തെത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് റിട്ടേൺ തിരിച്ച്. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം പൈലറ്റ് പറഞ്ഞു എന്താ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ബേയിലേക്ക് തിരിച്ച് പോകണമെന്ന് പറഞ്ഞു. മിക്കവാറും കണക്ഷൻ ഫ്ലൈറ്റ് മുംബൈക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. യെസ് ഗായ്സ്, അങ്ങനെ 2:45 എടുക്കേണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം 3:45 എടുത്തിട്ട് എന്ത് ചെയ്ത് ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ടേക്ക് ഓഫിന് അടുത്തെത്തിയതിന് ശേഷം എന്ത് ചെയ്ത് തിരിച്ച് ബേയിലേക്ക് വന്ന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 4:20. ഇപ്പോൾ നമുക്കൊരു കോൺ ക്രഞ്ചി എന്നൊരു സംഭവം തന്നു, കേൾക്കാൻ ഒരു കുപ്പി വെള്ളം തന്നു. നമുക്ക് നോക്കാം, നമ്മൾ എന്തായാലും കണക്ഷൻ മിസ്സാവും, എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്തായാലും. ഗൈസ്, അങ്ങനെ രണ്ടാമത്തെ പുഷ് ബാക്ക് ടെക്നിക്കൽ ഇഷ്യൂ റിസോൾവ് ചെയ്തിട്ട് നെക്സ്റ്റ് പുഷ് ബാക്ക് 5:22 പുഷ് ബാക്ക്. ഫുഡ് കിട്ടി, സെയിം ഫുഡ് തന്നെ, വൈറ്റ് റൈസ്, ചിക്കൻ കറി, പിന്നെ ഒരു യെല്ലോ കറി, പിന്നെ ഗുലാബ് ജാമുന്, പാസ്ത, പിന്നെ ബട്ടറും ബണ്ണും, പിന്നെ ഒരു പോപ്പും, കട്ട്ലറീസും. യെസ് ഗൈസ്, 4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മുംബൈ നഗരം കാണുന്നുണ്ട്. നമ്മൾ ലാൻഡിങ്ങിനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി. ബോംബെ എയർപോർട്ടിലെത്തി. ഏകദേശം 9 മണി കഴിഞ്ഞാണ് ഇവിടെ എത്തുമ്പോൾ ഇന്ത്യൻ ടൈം. അങ്ങനെ ഞങ്ങൾ 8:05 ഫ്ലൈറ്റ് ഇവിടുന്ന് പോയി. അങ്ങനെ ഞാൻ കസ്റ്റമർ കെയർ ഓഫീസ് വന്നതാണ്. പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 മണിക്ക് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അവർക്ക് ജസ്റ്റ് റീഫ്രഷ്മെൻറ്റ് തരാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ, ഞങ്ങളിന്ന് റീഫ്രഷ്മെൻറ്റ് തന്നെയല്ലേ വന്നിട്ടുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞത് 10 മണിക്ക് ഇവിടെ കൊച്ചിയിലെത്തേണ്ട ഫ്ലൈറ്റിന് വന്നിട്ട് ഇവരത് തരൂല എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. സോ അതിന് വെയിറ്റ് ചെയ്ത് ഡ്യൂട്ടി മാനേജറെ കാണാൻ വെയിറ്റ് ചെയ്തൊക്കെ എന്തായാലും നമുക്ക് എന്താ കിട്ടുമോ നോക്കാം, ഹോട്ടൽ അക്കോമഡേഷൻ. ബിക്കോസ് നമുക്ക് ഉറങ്ങണമല്ലോ, കാരണം 5 അവർ ഇവരെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഞങ്ങളെ ഫ്ലൈറ്റ് പോയി. സോ ഇവരെന്ത് ചെയ്യണം, അക്കോമഡേഷൻ തരണമെന്നാണ് നിയമം. ഇങ്ങനെ റൂമൊക്കെ കയറാൻ പോവാണ്. നല്ല രസമുള്ള കേട്ടോ. നമ്മുടെ ഡോറിൻ്റെ ഈ ഹാൻഡിലിൻ്റെ എവിടെയാണ് ഇതിൻ്റെ ഹാൻഡിലെ ഓപ്പണിങ്. യെസ്, എങ്ങനെ ഉണ്ടാവും നോക്കാം. കുറഞ്ഞ റൂം എടുത്ത് നോക്കിയെടുത്താണ് കേട്ടോ. ആകെ 6400 ഈ റൂമിന്. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ഇൻറ്റീരിയറൊക്കെ നല്ല ഡ്രസ്സുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല സ്പേസ്, TV ഉണ്ട്, ഇവിടെ കർട്ടണ്. നമുക്ക് ഇവിടുന്ന് റോഡ് ഹൈവേ കാണാം. പിന്നെ ഇവിടെ ഒരു സോഫ ഉണ്ട്, അത്യാവശ്യം നല്ലൊരു സോഫ. പിന്നെ റൂം സർവീസ് മെനു കാര്യങ്ങളൊക്കെ. പിന്നെന്താ ഇവിടെ ഒരു നമുക്ക് ഹൈവേ കാണാം. എവിടെ പിന്നെ യെസ്, ഹൈവേ കാണാം നമുക്ക് ഇവിടുന്ന്. പിന്നെന്താ, ഇവിടെ ഫോണുണ്ട്, ഒരു നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊതുകടിക്കാരൊക്കെയുള്ള ഗുഡ് നൈറ്റ്. പിന്നെ ലിനം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറൊക്കെ അയക്കണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇവിടെയൊക്കെ അത്യാവശ്യം കറുണ്ട്. ഓക്കെ വാഷ് ചെയ്തിട്ടില്ലാവോ? മാരോട്ടിൻ്റെ ഹോട്ടലാണ്, വാഷ് ചെയ്തേക്കണെന്നാണ് തോന്നുന്നത്. നോക്കാം. ഇവിടെ 2 ഭാഗത്ത് കുറച്ച് കറ കാണാം. പിന്നെ ഇതാണ് തോന്നുന്നത്, വാഷ് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. ഓൾറെഡി ഇതിമ്മൊക്കെ കുറച്ച് മുടി കാര്യങ്ങളൊക്കെ കാണാം. ഇതിമ്മ
ചോദിച്ചു നോക്കാം എന്തായാലും അവരോട്. ഫുള്ള് കച്ചറ കാര്യങ്ങൾ, ചളി ഫുള്ള് അങ്ങനെയുണ്ട്. ചോദിച്ചു നോക്കാം എന്തായാലും. ഞാൻ റിസപ്ഷനിൽ പോയി പറഞ്ഞു, അവർ മാറ്റി തരാമെന്ന് പറഞ്ഞു കവറ്. എന്താ ഇപ്പോൾ ഇതിൻ്റെ കോലം? ഫുള്ള് ചളി. എനിക്കിത് കാണുന്നുണ്ടോ എന്നറിയില്ല. ചളി ഫുള്ള് കണ്ട, ഫുൾ ചളി കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓൾറെഡി യൂസാക്കിയത്, എന്നാൽ തിരുമ്പിയിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്ത ടോയ്ലറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ക്ലോസറ്റ് കാര്യങ്ങൾ ഫ്ലഷ്. പിന്നെ ഷവർ ഏരിയ ഉണ്ട്, അത്യാവശ്യം വലിയ ഷവർ ഏരിയ കേട്ടോ. 2 ടർക്കി വെച്ചിരുന്നു. ഓക്കെ റെഡി. പിന്നെ അതേപോലെ ടർക്കിൻ്റെ കളറൊക്കെ ആകെ മങ്ങിയാണ്. മാരോട്ടിൻ്റെ ഓർഡറാണെന്നൊക്കെ പറഞ്ഞറിയണതൊക്കെ. കളറൊക്കെ മാറിയാണ് ഇതിൻ്റെ. ഫുൾ ഡസ്റ്റ് ആട്ടോ, ഡസ്റ്റ്, ഫുൾ ഡസ്റ്റ്. ഇപ്പം ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളൂ. ഇതാണെങ്കിൽ ഫുള്ള് എൻ്റെ കളറൊക്കെ ഉണ്ട് മാറിയാണ് ഇതിൻ്റെ. മാരോട്ടിൻ്റെ ഓർഡറാണ് പറഞ്ഞ് അറിയിക്കേണ്ടി വരും. ഫുള്ള് കളറ് കാര്യങ്ങളൊക്കെ മാറി. ഈ ഏരിയ ഒക്കെ സോഫൻ്റെ കച്ചറുണ്ട്. പക്ഷേ ബെഡ് തോന്നുന്നു ഇതൊന്നും തിരുമ്പിയിട്ടില്ല തോന്നുന്നു. ഫുള്ള് ഒന്നും ചെയ്തിട്ടില്ല തോന്നുന്നത്. അങ്ങനെ ഗൈസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോവുകയാണ്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. പോയവിടെ അവിടെ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. പോയപ്പോൾ ഫ്ലവേഴ്സ്. ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. വൃത്തിയാക്കാത്ത പ്രശ്നമുള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. സംഭവം അടിപൊളി, ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ, റെസ്റ്റോറൻറ്റൊക്കെ. യെസ്, ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന മെഷീന്, പിന്നെ അമൂളിൻ്റെ ബട്ടർ, പിന്നെ ഫ്രൂട്ട് കട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഡീടോക്സ് വാട്ടർ, ഡീടോക്സ് വാട്ടർ അജ്വൈന്, ഡീടോക്സ് വാട്ടർ മിൽക്ക് ടീ, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, ബോട്ടിൽ മിൽക്ക് ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ മുളപ്പിച്ച പയറും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സാലഡ്, പിന്നെ സോസ് കാര്യങ്ങളൊക്കെ. സാലഡ്സ് മെയിനായിട്ട്. ഇവിടെ നമുക്ക് പൂരി, ആലു പൊറോട്ട, മൈസൂർ ബോണ്ട കാണാം. പിന്നെ ഇഡ്ഡലി ഉണ്ട്, ചട്നി, 2 ഐറ്റം ചട്നി ഉണ്ട്. പിന്നെ ഇത് സാമ്പാറാണ്. പിന്നെ അതേപോലെ തന്നെ ചോലെന്ന് പറഞ്ഞാൽ ചോല. പിന്നെ സാവ് ഉപ്പുമ്മ, സേമിൻ്റെ ഉപ്പുമ്മ. പിന്നെ സാൻഡ്വിച്ച് ഉണ്ട്. പിന്നെ പനീർ ബുർജി എന്ന് പറഞ്ഞ സംഭവം ഇത്. പിന്നെ ഫ്രൈഡ് ചില്ലി, ചോപ്പ് ഒനിയൻസ് അങ്ങനെയുള്ള. പിന്നെ ബേക്ക്ഡ് ബീൻസ്. പിന്നെ ക്രിസ്പി ചിക്കൻ ഫിംഗേഴ്സ്, ചിക്കൻ സോസേജ്, പിക്കിൾസ്. പിന്നെ കാലാ ജാമുന, ഗുലാബ് ജാമുൻ പോലത്തെ സംഭവം. ഇവിടെ ലൈവ് കൗണ്ടുണ്ട് ഓംപ്ലേറ്റിൻ്റെ. പിന്നെ അതേപോലെ തന്നെ മഫിൻസ്, ക്രോസോണ്, സാൻഡ്വിച്ച്. ഇതെന്താ ഹോട്ട് മിൽക്ക് ടീ. പിന്നെ ഒരു ദോശ സ്റ്റേഷൻ ലൈവ് കൗണ്ടർ ദോശൻ്റെ. പിന്നെ ഇതെന്താ അതിൻ്റെ ബട്ട്ലറാണ്. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ. കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഇവിടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ കാണിച്ചു തരാം ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു സ്മെല്ലുണ്ട് ഹോട്ടലിന് മൊത്തത്തിൽ. എന്താണെന്നുള്ള മനസ്സിലാവണം ഞാൻ. പിന്നെ സോഫ കണ്ടില്ല, ഇതാണ് പ്രശ്നം. ഈ മെയിൻ്റനൻസ് ഇല്ല, ഫുള്ള് കറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തിലും. അതൊക്കെ ഇൻറ്റീരിയറൊക്കെ സെറ്റാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അല്ലേ, ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നോക്കി നോക്കാം. ലിഫ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഏരിയ കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇൻറ്റീരിയറൊക്കെ സെറ്റാണ്. അത്യാവശ്യം നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ, കുഴപ്പമൊന്നുമില്ല.
പ്രശ്നം അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ വൃത്തിയിലേതാ അല്ല കാർപ്പറ്റ് ഫുള്ള് കറ ഒരു മണം. സത്യം പറഞ്ഞാൽ കാർപ്പറ്റ് നടക്കുമ്പോൾ കൂടെ എന്താ വെച്ചാൽ വെള്ളവും ആൾക്കാർ നടന്നിട്ടുള്ള ചളിയും ഇപ്പോൾ കാലങ്ങളായി തോന്നണം ഈ കാർപ്പറ്റൊക്കെ ഒന്ന് ചിലപ്പോൾ വാക്കം ചെയ്തിട്ട് തന്നെ അത്രയും സ്മെല്ല്. പക്ഷെ റൂം സെറ്റാണ്. വൃത്തിയാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻറ്റീരിയർ ആട്ടാ, വൃത്തിയല്ലേ പറഞ്ഞത്. ഇൻറ്റീരിയർ സെറ്റാണ് ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് പക്ഷെ നല്ല ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നല്ല വ്യൂ ആണ് ഇവിടുന്ന്. വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് റോഡ് നമ്മൾ പോണ റോഡാണ്. പിന്നെ ഇവിടെയുണ്ട് ഫുൾ ഗ്ലാസ്സാണ് കേട്ടോ, ചുറ്റുഭാഗം ഗ്ലാസ്സാണ്. ഇവിടെ അല്ലേ മലനിരകൾ, റോഡ് നല്ല ബ്ലോക്കാണ്. ഞാൻ ഈ റോഡ് ഒരു ബ്ലോക്ക് ഒഴിഞ്ഞ് കണ്ടിട്ടില്ല. രാത്രി 3 മണി 4 മണിക്കും ഈ ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഈ റോഡിൽ. എന്നാലും ഓക്കെ. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്, ഞാൻ തുറന്നിട്ടില്ല ബാൽക്കണി. ഇവിടെ ഉണ്ട് സീറ്റ് ഇരിക്കാനുള്ള ചെയറുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. യെസ് ഗായ്സ്, അങ്ങനെ ഇന്നലെ എയർ ഇന്ത്യ നല്ലൊരു പണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പണി വന്നു. ഞങ്ങൾ 2:45 ഉച്ചയ്ക്ക് 2:45 ബാങ്കോക്ക് നിന്ന് എടുക്കേണ്ട ഫ്ലൈറ്റ് എടുത്തത് 5:45 5:30 അതും 2:45 ഡിലേ എന്ന് പറഞ്ഞിട്ട് 3:30 ബോർഡിങ് ചെയ്തത്. ബോർഡിങ് ചെയ്ത് നമ്മളെ ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റ് ടാക്സി നമ്മളെ എന്താ പറയുക ടേക്ക് ഓഫിൻ്റെ അവിടേക്ക് ടാക്സി ചെയ്ത് അവിടെ ടേക്ക് ഓഫിൻ്റെ അവിടേക്ക് ഇങ്ങനെ തിരിയാൻ നിൽക്കുമ്പോൾ ഇത് റൈറ്റ് തിരിച്ച്, എല്ലാ ഫ്ലൈറ്റും ലെഫ്റ്റ് തിരിയുമ്പോൾ ഇത് റൈറ്റ് തിരിച്ച്. അപ്പോൾ അതൊരു തോന്നി എന്താ പ്രശ്നമുണ്ട്. പിന്നെ കുറച്ച് കണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിക്കാണ്ട് പറഞ്ഞ് പൈലറ്റ് പറഞ്ഞ് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ബേയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബേയിലേക്ക് തിരിച്ചു പോയി. അവിടെ ഏകദേശം 1.5 മണിക്കൂർ പോയി. 5:45 6 മണിയായിട്ട് അയക്കണം ഫ്ലൈറ്റ്. സത്യം പറഞ്ഞാൽ പൊന്തുമ്പോൾ അങ്ങനെ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഇവിടുന്ന് മുംബൈ ടു കൊച്ചി വരുന്നത് 8:10 8:10 ഫ്ലൈറ്റ്. പക്ഷേ കോമഡി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആ ഫ്ലൈറ്റ് പോയിക്കണത് 10:05 പോയിക്കണത്. അത് 2 മണിക്കൂറിൽ ഡിലേ ആണ്. അങ്ങനെ ഇവിടെ എത്തി ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 9:30 ആകുമ്പോഴേറ്റ് ലാൻഡ് ചെയ്തത് നാട്ടിലത്തെ. മുംബൈ ടൈം 9:30 ആകുമ്പോൾ ലാൻഡ് ചെയ്ത്. ഞാൻ ഫ്ലൈറ്റ് നോക്കിയപ്പോൾ 10:05 ഡിപ്പാച്ചർ ഇട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഓടി. പിന്നെ എന്താ പറയുക, ഈ സെക്യൂരിറ്റി ചെക്കല്ല ഇമിഗ്രേഷൻ്റെ തിരക്ക്, അതേപോലെ തന്നെ ഈ കസ്റ്റം ക്ലിയറിൻ്റെ തിരക്ക്, അതേപോലെ ലഗേജ് കിട്ടുമ്പോൾ ടൈം എടുക്കുമെന്ന് മനസ്സിലായി. പിന്നെ കിട്ടില്ല മനസ്സിലായി, ഞാൻ സ്ലോ ആയി പോയി. ഇമിഗ്രേഷൻ കഴിഞ്ഞ് എന്താ പറയുക ലഗേജ് എടുത്ത് കസ്റ്റം ക്ലിയറൻസും കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ എയർ ഇന്ത്യൻ്റെ കസ്റ്റമർ കെയർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ 5 o'clock സാറിന് വേണ്ടാന്നുണ്ടെങ്കിൽ, കാരണം അതിൻ്റെ അവർ നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവർ നെക്സ്റ്റ് എൻ്റെ ഫ്ലൈറ്റ് ഇട്ടിട്ട് 5 മണി രാവിലെ 5 മണിക്ക് നമുക്ക് നടക്കില്ല. കാരണം എന്താ വെച്ചാൽ 7 മണിക്കൂറോളം ഫ്ലൈറ്റിൽ ഇരുന്ന് സത്യം പറഞ്ഞാൽ 7 6 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്ന് അങ്ങനെ, അതേപോലെ തന്നെ കുറേ എയർപോർട്ടിലിരുന്ന് അങ്ങനെ ക്ഷീണിച്ച് വരുന്ന ഒരാൾക്ക് പിന്നെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് നമുക്ക് നടക്കില്ലല്ലോ. അതാണ് ഞാൻ ഇവിടെ റൂം എടുത്തത് തന്നെ. കസ്റ്റമർ കെയർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് സാറിനെ വേണമെങ്കിൽ മാറ്റി തന്നോളും, പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് എയർപോർട്ടിലുള്ള സ്റ്റാഫിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. എയർപോർട്ടിലത്തെ സ്റ്റാഫിനെ കാണാൻ പറയാം. എനിക്ക് അക്കോമഡേഷൻ വേണമെന്ന് പറയാം. അതിന് സാറിനോട് എയർപോർട്ടിൻ്റെ സ്റ്റാഫ് കാണാൻ പറഞ്ഞോട്. അങ്ങനെ എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് പോയി നമ്മുടെ കസ്റ്റമർ കെയർക്ക് പോയപ്പോൾ അയാൾ ആദ്യം അവിടെ ഇരിക്കുന്ന ആളായത് ആദ്യം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ റീഫ്രഷ്മെൻറ്റ് തരാമെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് ഡിലേ ആയത് നമ്മളെ കുറ്റമല്ലല്ലോ, അവരെ കുറ്റമല്ലേ, നിങ്ങൾ തരണമല്ലോ അക്കോമഡേഷൻ. അങ്ങനെ ഡ്യൂട്ടി മാനേജർ വിളിച്ചു. ആ പെണ്ണ് വന്നിട്ട് കുറേ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അക്കോമഡേഷൻ ഇല്ല, റൂമില്ല, ഒന്നും അവൈലബിൾ അല്ല, ഒന്നും അങ്ങനെ കുറേ പറഞ്ഞു. നമ്മൾ ഇത്ര ചെയ്ത് വർത്താൻ പറഞ്ഞെങ്കിൽ ലാസ്റ്റ് എന്നോട് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടോ, ലാസ്റ്റ് എന്നോട് ഞാൻ പറഞ്ഞു സീക്രട്ട് മെമ്പറായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടിയെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ആ പെണ്ണ് പറഞ്ഞു എന്താ പറയുക, ഒരു കാര്യം ചെയ്യാം, എൻ്റെ അടുത്ത് നിന്ന് എന്താ പറയുക ഡിലേ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റിൻ്റെ ഡിലേ സർട്ടിഫിക്കറ്റ് ആ പെണ്ണെന്ന് ഇത് ഒപ്പിട്ടെന്ന്, ഇന്ന കാരണം കൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് എൻ്റെ കണക്ഷൻ മിസ്സായി എന്നുള്ള രീതിയിൽ അത് എനിക്ക് ഒപ്പിട്ടെന്ന്. ഇനി എന്ത് ചെയ്യുക, ഞാൻ സ്വന്തമായിട്ട് റൂം എടുത്തിട്ട് അതെന്ത് ചെയ്യുക, എയർ ഇന്ത്യൻ്റെ ഗ്രീവൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൽ റിപ്പോർട്ട് ചെയ്തിട്ട് റീഫണ്ട് വാങ്ങാൻ പറഞ്ഞോട്. ആ പെണ്ണ് പറഞ്ഞു കേട്ടാ, എന്ന് വെച്ചാൽ ഡ്യൂട്ടി മാനേജർ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്ത് സമ്മതിച്ച് ആ പെണ്ണ് എനിക്ക് ഡിലേ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടെന്ന് സ്റ്റാമ്പ് ചെയ്ത് തന്ന്. എന്താ പറയുക, ഞാൻ സ്വന്തമായിട്ട് റൂം നോക്കിയപ്പോൾ ആണെങ്കിൽ എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള ഒരു നല്ല ഹോട്ടലും റൂമില്ല.
എല്ലാം ഞാൻ നോക്കി. മാരിയോട്ട് നോക്കി, ഹയാത്ത് നോക്കി, IHG നോക്കി, അക്കോർ നോക്കി, പിന്നെ ടാറ്റ നോക്കി. ഒരു ഹോട്ടലും റൂമില്ല, ഫുള്ള്. പിന്നെ റൂമുള്ളതൊക്കെ 20,000 മുകളിലൊക്കെ. പിന്നെ ഉണ്ട് 1000 രൂപ 2000 രൂപേൻ്റെ റൂമുണ്ട്. പക്ഷേ പേടി, മുംബൈയിലും 1000 രൂപ 2000 രൂപ കപ്പിളായി നിൽക്കുമ്പോഴേ അതെനിക്ക് വലിയ ധൈര്യമില്ല അങ്ങനെ നിൽക്കാൻ. സോ എന്ത് ചെയ്ത്, ഏകദേശം 30 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു മാരിയോട്ടിൻ്റെ ഒരു ഹോട്ടലുണ്ട്, ദ ഫേൺ റെസിഡൻസി. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. അത് അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്, ഫേൺ റെസിഡൻസിയിൽ. ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും വലിയ കോമഡി. റൂമൊക്കെ ആകെ ആരൊക്കെ യൂസാക്കിയ ഈ തലയണൻ്റെ കവറ്, അതേപോലെ തന്നെ ബെഡ്ഷീറ്റ്, പുതപ്പിൻ്റെ കവറൊക്കെ അവരെന്ത് ചെയ്ത് അവിടെ തന്നെ ഇട്ടാണ്. അത് കറക്റ്റ് കണ്ടാൽ ഞാൻ എന്നിട്ട് വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക്. കാരണം എനിക്ക് നമുക്ക് ഈ രാത്രി ഞാൻ ഇവിടെ ഏകദേശം 1 മണിയൊക്കെയാണ് എത്തുന്നപ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവരെ വിളിച്ച് വേറെ ഇനി വേറെ റൂമില്ല പറഞ്ഞ് ഹോട്ടലിൽ മാറി പോകാനൊന്നും ഇനി പറ്റൂല. അപ്പോൾ അവരെ കൊണ്ടെന്ത് ചെയ്ത് മാറ്റി തരിക, വേറെ ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞ് വല്ലതും മാറ്റിച്ച്. ബെഡ്ഷീറ്റ് കവറും തലയണ കവറും പിന്നെ അതേപോലെ തന്നെ ബ്ലാങ്കറ്റ് കവർ എല്ലതും മാറ്റിച്ച് അവരെ കൊണ്ട് ഫുള്ള് മാറ്റിച്ച് അവരെന്ത് ചെയ്ത് ക്ലിയറാക്കി തന്ന്. പക്ഷെ എന്നാലും റൂം മൊത്തം മാറാൽ അതേപോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് മെയിൻ. അത്രത്തോളം പറഞ്ഞാൽ നല്ല ഇൻറ്റീരിയറാണ്, നല്ല രസമുള്ള ഇൻറ്റീരിയറാണ്. നമ്മളെ മറ്റുള്ള ഹോട്ടൽസിനൊക്കെ നോക്കുമ്പോൾ സെയിം ലൈക്ക് ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പ്രശ്നം എന്നാൽ വൃത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. പിന്നെ അതിൻ്റെ ബാത്റൂം ടവൽസൊക്കെ കാലങ്ങളായിട്ട് യൂസ് ആക്കണം. തിരുമ്പാത്ത പ്രശ്നമല്ല, എന്നുവെച്ചാൽ കളറുണ്ട് മങ്ങിയിട്ട് വേറെ വൈറ്റ് അല്ലാത്ത വേറൊരു കളറായി മാറിയിരിക്കണത്, കളറൊക്കെ മാറിയിട്ട്. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്നിപ്പോൾ 1:30ക്കാണ് ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 10 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഈ ഹോട്ടലിന് 6,400 6,400 വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ച് ഇനി ഒരു ഇങ്ങോട്ട് വരാനായത് 1,200, അങ്ങോട്ട് പോകാൻ 800 രൂപ, 2,000 രൂപ ഈ ഊബർ ചാർജ് ആയാലും 8,000 രൂപ ആവുള്ളൂ. പക്ഷേ എയർപോർട്ടിൻ്റെ അടുത്ത് എല്ലാ ഹോട്ടലിനും 20,000 മുകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പിന്നെ ഊബറിൽ ജസ്റ്റ് ഒരു 1 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഇത് എടുത്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. അടുത്ത ഫ്ലൈറ്റ് നോക്കണം. അതും ഞാൻ ഡിലേ ആയാൽ പെട്ട്. ആണ് ഞങ്ങളെ ഇന്നലെ നിന്ന ഹോട്ടൽ, ദി ഫേൺ റെസിഡൻസി. ഏതാ ദ ഫേൺ റെസിഡൻസി, യൂണിറ്റ് ഓഫ് പത്മാവതി. അത് എന്താ ഭിവാണ്ടി എന്ന സ്ഥലത്താണ്, ഭിവാണ്ടി. ഞങ്ങളങ്ങനെ ഊബറിൽ പോയിക്കൊണ്ടൊക്കെയാണ് എയർപോർട്ടിലേക്ക്. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ഓടാൻ ഊബറിലാണ് 2 മണിക്കൂറാണ്. ഇത്രയും റഷാണ് ഈ റോഡൊക്കെ ഇവിടുത്തെ. അങ്ങനെ ഛത്രപതി ശിവജി ടെർമിനലിലെത്തി, എയർ ഇന്ത്യ ടെർമിനൽ 2. ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു, 12:00 ബോർഡിങ്, 12:00 ഞങ്ങളിവിടെ എത്തിയത്. സോ ഓടിയായിരുന്നു ഇത്രയും നേരം. ഇനി ഫ്ലൈറ്റ് അവിടെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടാവും, പോയാൽ ഇവിടെ എന്തായിരുന്നു. മുംബൈ ടു കൊച്ചി പോകേണ്ട എയർ ഇന്ത്യ A320 ഫ്ലൈറ്റാണ് അവിടെ വരുന്നത്. ഫ്യൂല് നിറച്ചുകൊണ്ടൊക്കെ ഫ്ലൈറ്റിൽ ബോർഡിങ് ചെയ്ത് just a bit of air traffic congestion. Brown expecting a delay of about 5 minutes from ground for our pushback. We'll keep you updated if there's any further delay. In the meantime, sit back, relax, have a lovely flight. Thank you. ഫ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ് നമ്മൾ വന്ന അതേ ഫ്ലൈറ്റാണ്. സെയിം മാഗസിൻസ്, സെയിം സീറ്റ്, സെയിം തന്നെ. A320 നിയോ ഗൈസ്. അങ്ങനെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്ത് ബോംബെ ടു കൊച്ചി. നമുക്ക് ഇന്ത്യഗോൻ്റെ A320 എടുക്കണം 2 മുംബൈ നല്ല മണി കാണുന്നത്. സോ ലഞ്ച് കിട്ടി. നോൺ വെജ് ഇല്ല എന്ന് പറഞ്ഞത്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ നോൺ വെജ് കൊടുത്ത്, കുറച്ച് ആൾക്കാർക്ക് നോൺ വെജ് ഇല്ല. അത് വളരെ മോശമായി പോയി ഇന്ത്യ. കാരണം ഒന്നെങ്കിൽ എല്ലാവർക്കും വെജ് കൊടുക്കുക, കുറച്ച് ആൾക്കാർക്ക് നോൺ വെജ് കൊടുത്ത് കുറച്ച് ആൾക്കാർക്ക് വെജ്, അങ്ങനെ മോശമല്ലേ, വളരെ മോശമായി. ഇവിടെ വെജ് നിന്നുണ്ട്, ഞാൻ വെജ് വേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പാർഷ്യാലിറ്റി ആയിപ്പോയി. വെജിനുള്ള കടലക്കറി വേറെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ ഗുലാബ് ജാമുനുണ്ട്, പിന്നെ അമ്മളുടെ ഒരു ബട്ടർ, അതേപോലെ തന്നെ ബണ്ണ്, യോഗട്ട് ഉണ്ട്, സെയിം ഗായ്സ്. അങ്ങനെ നമ്മളെ തായ്ലൻഡ് ട്രിപ്പിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എയർ ഇന്ത്യ നമുക്ക് ചെറിയൊരു പണി തന്നിരുന്നു.
സോ ഞാൻ അവർ പറഞ്ഞ പോലെ എയർ ഇന്ത്യന് ഗ്രീവൻസിൽ ഞാൻ ഇമെയിൽ അയച്ചു. അതിൽ ഇമെയിലിൽ നമ്മളെ ബോർഡിംഗ് പാസ് അതേപോലെ തന്നെ അവർ തന്ന ഡിലേ സർട്ടിഫിക്കറ്റ്. സോ ആരെങ്കിലും ഇതേപോലെ എയർ ഇന്ത്യ ആർക്കെങ്കിലും പണി തന്നാൽ കണക്ഷൻ മിസ്സാവുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവുക, അവർ ലേറ്റ് അവരെ കാരണം ടെക്നിക്കൽ ഇഷ്യൂ കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവിടുത്തെ ഡ്യൂട്ടി മാനേജറെ കൊണ്ട് എന്ത് ചെയ്യുക, അവരെ എന്താ പറയുക ഡിലേ സർട്ടിഫിക്കറ്റ് വാങ്ങുക, എന്നിട്ട് അത് കയ്യിൽ വെക്കുക. റിമൈനിങ് തിങ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും, ബോർഡിംഗ് പാസും ടിക്കറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. സോ അതെന്ത് ചെയ്യുക, നമ്മൾ അതിൽ അയച്ചു കൊടുത്ത് ഗ്രീവൻസിൽ അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഞാൻ എന്താ പറയുക, അവർ കുറേ ടൈം എടുത്തു. ആദ്യം റിജക്റ്റ് ചെയ്ത് വരാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്ത് അവർ ഇഷ്യൂ ഇല്ലാന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ വീണ്ടും എസ്കലേറ്റ് ചെയ്തു. അങ്ങനെ ടോപ്പ് ലെവൽ എസ്കലേഷൻ വരെ ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്തത് അവർ റീഫണ്ട് തരാൻ സമ്മതിച്ചത്. അങ്ങനെ സമ്മതിച്ച് ഏകദേശം 1 വീക്കിനുള്ളിൽ എനിക്ക് എന്ത് ചെയ്തു, ഒരു ലിങ്ക് വന്നു. ആ ലിങ്കിൽ നമ്മളെ ഇമെയിൽ ഐ ഡി അല്ല UPI കൊടുത്തപ്പം UPI ഐഡിക്ക് എനിക്ക് ക്യാഷ് വന്നു. ഏകദേശം ഐ തിങ്ക് ഏകദേശം ഒരു 8,000 രൂപയോളം എനിക്ക് റീഫണ്ട് കിട്ടി. കാരണം എൻ്റെ എല്ലാ ഇതും എന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഹോട്ടൽ വരെയുള്ള ഊബർ, ഹോട്ടലിൻ്റെ ക്യാഷ്, അതേപോലെ തന്നെ ഊബർ എവിടുന്ന് ഹോട്ടലിൽ നിന്ന് എയർപോർട്ട് വരെയുള്ള ഊബർ, അങ്ങനെ മുംബൈയിൽ ചിലവായതെല്ലാം എന്ത് ചെയ്തു അവരെങ്കിൽ തിരിച്ചു തന്നു. അപ്പോൾ ഓക്കെ, ശരി ഗായ്സ്.